ദുൽഖർ സൽമാൻ ചിത്രം മയാം ഗെയിം അവസാന ഷെഡ്യൂൾ ചെന്നൈയിൽ പുരോഗമിക്കുന്നു. അവസാന ഷെഡ്യൂൾ 45 ദിവസമാണ്. ഓണം റിലീസായാണ് അയാം ഗെയിം ഒരുങ്ങുന്നത്. റെട്രോ അല്ല, ഇത് ടെറർ. ഗാങ്സ്റ്റർ ലുക്കിൽ DQ എത്തുന്നു. സംഭവം പാൻ ഇന്ത്യൻ ചോരക്കളി ആണ്. ആരാധകരെ ആവശ്യത്തിലാറ്റി അയാം ഗെയിം. ഇതിനാണ് ദുൽഖർ ഫാൻസ് ഇത്രത്തോളം കാത്തിരുന്നത്. വയലന്റ് ആക്ഷൻ പടം ലോഡിംഗ് ആണ്. സിനിമയിലെത്തിയിട്ട് 14 വർഷമായി. പക്ഷെ ചോര പുരണ്ട മുഖവുമായി ദുൽഖർ സൽമാൻ ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നു. ഇത് മാസ് ലുക്കിലായിരിക്കും ദുൽഖർ എത്തുന്നതെന്ന് ആരാധകരും കണക്കുകൂട്ടുന്നു. നേരത്തെ പുറത്തുവന്ന ചിത്രത്തിലെ ദുൽഖർ സൽമാന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ വമ്പൻ ശ്രദ്ധ നേടി മുന്നേറുകയാണ്. പ്രേക്ഷകരെയും ആരാധകരെയും ആവേശം കൊള്ളിക്കുന്ന കിടിലൻ ലുക്കിലാണ് ഈ 2 പോസ്റ്ററുകളിലും താരം എത്തിയത്. ദുൽഖർ ചിത്രം അയാം ഗെയിം ഒരുങ്ങുന്നത് അമ്പരപ്പിക്കുന്ന മികവോടെയാണ്. താരത്തിന്റെ 40ാം ചിത്രമായി ഒരുങ്ങുന്ന അയാം ഗെയിമിലൂടെ കബാലി, KGF സീരീസ്, കൈദി, വിക്രം, ലിയോ, സലാർ എന്നീ പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ സംഘടന സംവിധാനം നിർവഹിച്ച അൻപറിവ് RDXനു ശേഷം വീണ്ടും നഹാസ് ഹിദായത്തുമായി കൈകോർക്കുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ഇപ്പോഴിതാ അയാം ഗെയിം അവസാന ഷെഡ്യൂൾ ചെന്നൈയിൽ പുരോഗമിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. 45 ദിവസമാണ് അവസാന ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓണം റിലീസായാണ് ചിത്രം ഒരുങ്ങുന്നത്. ഇതുവരെ ഹൈദരാബാദിലും തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം. ദുൽഖർ സൽമാൻ ആരാധകർ അത്രത്തോളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രം കൂടിയാണ് അയാം ഗെയിം. ബിഗ് ബജറ്റിൽ ആക്ഷൻ ത്രില്ലർ ഗണത്തിൽ ഒരുക്കുന്ന ഈ ചിത്രം ഓണം റിലീസായി എപ്പം എത്തുമെന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത്. ചിത്രത്തിൽ ആന്റണി വർഗീസ്, വിനയ് ഫോർട്ട്, തമിഴ് നടനും സംവിധായകനുമായ മിഷ്കിൻ, കദിർ, പാർത്ഥിവ് തിവാരി, കയാദു ലോഹർ എന്നിവരാണ് പ്രധാന താരങ്ങളായി എത്തുന്നത്. തമിഴ് നടി സംയുക്ത വിശ്വനാഥനാണ് നായിക വേഷത്തിൽ എത്തുന്നത്. ദുൽഖർ സൽമാൻ ചിത്രങ്ങളിൽ മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നായും ഇതോടെ അയാം ഗെയിം മാറിക്കഴിഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.